ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. ഞാൻ സ്പൂൺ വെച്ച് തിന്നാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് താത്തയാണ് കേട്ടോ വാരി തരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കയ്യിലും മൈലാഞ്ചി ഇടാൻ തുടങ്ങി. താത്തയാണ് ഇട്ടിരുന്നത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കൊണ്ട് നമ്മളെ രണ്ട് കൈമിലും ഫുള്ളായിട്ട് മൈലാഞ്ചി ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഈദായതുകൊണ്ട് ഞങ്ങളൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ താത്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ രണ്ട് കൈമ മൈലാഞ്ചി ആയതുകൊണ്ട് താത്തയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് സ്പീഡിലായതിലൊന്ന് കാണിക്കുന്നുണ്ട്. ഉമ്മയും താത്തയും എല്ലാവരും കൂടി ഇന്ന് ചെയ്യുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കണമൊക്കെ ഉണ്ട്. ഞാനാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിൻ്റെ. താത്ത ഇങ്ങനെ പൊരിച്ചിടുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളത്തെ ഗുലാബ് ജാം റെഡി. പെരുന്നാൾ ദിവസം രാവിലെ ഇപ്പം അനിയനും കൂടി പള്ളിക്കത് പോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ മന്തിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് കറിയൊന്നുമല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തിയൊക്കെ ഉണ്ടാക്കാൻ. പള്ളി പോയവരൊക്കെ തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വല്യമ്മ മുട്ടായൊക്കെ തന്നിട്ടാ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ അനിയത്തി ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ പെരുന്നാളത്തെ ഫുഡാണ് സെറ്റാക്കി. അങ്ങനെ ഫുഡിൻ്റെ ശേഷം മധുരം കഴിച്ച് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.